നമസ്കാരം, പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ട്. ഇറാൻ അമേരിക്ക വെടിനിർത്തൽ കരാറിലെ നിർണായക വിവരങ്ങൾ പുറത്ത്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുക, ഇറാനുമേലുള്ള ഉപരോധം പിൻവലിക്കുകയെന്നും പ്രധാന നിർദ്ദേശങ്ങൾ. ധാരണാപത്രം അന്തിമമല്ലെന്ന് ട്രംപ്. ഷാർജ ദുബായ് ഗതാഗതക്കുരുക്കിന് പരിഹാര പദ്ധതി വരുന്നു. പുതിയ ഇരട്ടവരി ഭൂഗർഭ തുരങ്കം നിർമ്മിക്കുമെന്ന് ഷാർജ ഭരണാധികാരി. തുരങ്കം അൽ തൗൺ സ്ട്രീറ്റിൽ നിന്നും ദുബായ് അൽ നദ പാലം വരെ. സ്വകാര്യ ആരോഗ്യ മേഖലയിലെ സ്വദേശിവൽക്കരണ നിയമങ്ങളിൽ സുപ്രധാന ഭേദഗതി പ്രഖ്യാപിച്ച് UAE. വാർഷിക സ്വദേശിവൽക്കരണ തോതിന്റെ പകുതിയും പ്രത്യേക ഹെൽത്ത് കെയർ തസ്തികകളിലേക്ക് മാറ്റിവയ്ക്കണം. മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നറിയാൻ അടുത്ത വർഷം മുതൽ പരിശോധന. ഖത്തറിൽ പ്രവാസികളുടെ വിസ കാലാവധി കഴിഞ്ഞാൽ രാജ്യം വിടുന്നതിനുള്ള ഗ്രേസ് പീരീഡ് വെട്ടിക്കുറച്ച ആഭ്യന്തര മന്ത്രാലയം. 30 നിന്ന് 14 ദിവസമായി കുറച്ചു. കാലാവധി കഴിഞ്ഞവരിൽ നിന്ന് ഈടാക്കുക പ്രതിദിനം 10 ഖത്തർ റിയാൽ പിഴ. വിശദമായ വാർത്തകളിലേക്ക്. ലബനനിലെ സൈനിക നടപടികൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇസ്രയേലിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. മേഖലയിൽ അടിയന്തരവും സ്ഥിരവുമായ വെടിനിർത്തൽ ഉറപ്പാക്കുക എന്നത് യുഎസുമായുള്ള ധാരണാപത്രത്തിന്റെ പ്രധാന വ്യവസ്ഥയാണെന്നും ലബനനിൽ ആക്രമണങ്ങൾ തുടരുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. അതേസമയം ലബനനിൽ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്ന് G7 ഉച്ചകോടിക്കിടെ നെതന്യാഹുവിനോട് ട്രംപ് ആവശ്യപ്പെട്ടു. തെക്കൻ ലബനാനിലുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാൻ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത്. ലബനാനിലെ വെടിനിർത്തൽ കരാറിലെ പ്രധാന വ്യവസ്ഥയാണെന്ന് ഇറാൻ നിരവധി തവണ വ്യക്തമാക്കിയിട്ടും ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ തുടരുകയാണ്. ഞായറാഴ്ച അമേരിക്കയുമായുള്ള ധാരണാപത്രം അംഗീകരിച്ചതിനു ശേഷം 84 തവണ ഇസ്രയേൽ അത് ലംഘിച്ചതായും ഇറാൻ കുറ്റപ്പെടുത്തി. ലബനാനിൽ ഇസ്രയേലിന്റെ ആക്രമണങ്ങളും അധിനിവേശവും തുടരുന്നത് തങ്ങൾ ഒപ്പുവെച്ച ധാരണാപത്രത്തിന്റെ ലംഘനമായി കണക്കാക്കുമെന്ന് ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. മേഖലയിൽ അടിയന്തരവും സ്ഥിരവുമായ വെടിനിർത്തൽ നടപ്പാക്കുക എന്നതാണ് തങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് അദ്ദേഹം പറഞ്ഞു. ലബനനെ തങ്ങൾ തനിച്ചാക്കില്ല എന്നും ഇസ്രയേൽ സേനയുടെ പിന്മാറ്റവും ലബനനിലെ അധിനിവേശം അവസാനിപ്പിക്കലും സമാധാന കരാറിന് അനിവാര്യമാണെന്നും അരാഗ്ചി ആവർത്തിച്ചു. അതിനിടെ ലബനാനിൽ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്ന് നെതന്യാഹുവിനോട് ട്രംപ് ആവശ്യപ്പെട്ടു. G7 ഉച്ചകോടിക്കിടെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിനെ വിമർശിച്ചത്. എന്നാൽ കരാറിനെ തങ്ങൾ അംഗീകരിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഇസ്രയേൽ. സമാധാന കരാർ ഇരുവിഭാഗവും അംഗീകരിച്ചതോടെ നിലവിൽ ഹോർമൂസ് കടലിടുക്കിലെ അമേരിക്കൻ നാവിക ഉപരോധം പിൻവലിച്ചിട്ടുണ്ട്. ഇന്നലെ മാത്രം 13 കപ്പലുകൾ ഹോർമൂസിലൂടെ കടന്നുപോയി. ന്യൂസ് ഡെസ്ക് NTV. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വെടിനിർത്തൽ കരാറിന്റെ നിർണായക വിവരങ്ങൾ പുറത്ത്. ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കാനിരിക്കുന്ന 14 ധാരണാപത്രത്തിന്റെ കരട് രേഖ US ചാനലായ CNN ആണ് പുറത്തുവിട്ടത്. യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക, ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുക, ഇറാനുമേലുള്ള സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് നൽകുക എന്നിവയാണ് കരാറിലെ പ്രധാന വ്യവസ്ഥകൾ. അതേസമയം ഇറാനെക്കുറിച്ചുള്ള ധാരണാപത്രം അന്തിമമല്ലെന്നും അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബോംബിംഗ് പുനരാരംഭിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഔദ്യോഗികമായി പുറത്തുവിടാത്ത ഈ രേഖ ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥനിൽ നിന്നാണ് ലഭിച്ചതെന്ന് CNN റിപ്പോർട്ടിൽ പറയുന്നു. ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിക്കിടെ ഈ രേഖ നേരിട്ട് കണ്ട ഒരു നയതന്ത്രജ്ഞനും ചർച്ചകളിൽ പങ്കാളികളായ മറ്റു 2 നയതന്ത്ര വൃത്തങ്ങളും ഇതിലെ വിവരങ്ങൾ ശരിവച്ചിട്ടുണ്ട്. കരാർ പ്രകാരം ഇറാന് തങ്ങളുടെ എണ്ണയും പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങളും വിൽക്കാൻ അമേരിക്ക അനുവദിക്കും. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുകയാണെങ്കിൽ അമേരിക്കയും സഖ്യകക്ഷികളും രൂപീകരിക്കുന്ന $300 ബില്യൺ വികസന ഫണ്ട് ഉപയോഗപ്പെടുത്താൻ ഇറാന് കഴിയും. എന്നാൽ ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ കരട് രേഖയിലില്ല. ധാരണാപത്രം ഒപ്പുവെക്കുന്നതോടെ ലബനൻ ഉൾപ്പെടെ എല്ലാ മുന്നണികളിലും ഉടനടി വെടിനിർത്തൽ നടപ്പാക്കും. ഇരു രാജ്യങ്ങളും ഇനി മുതൽ ശത്രുതാപരമായ നടപടികളോ ഭീഷണികളോ സൈനിക ശക്തിയോ പ്രയോഗിക്കില്ല എന്ന് ഉറപ്പു നൽകുന്നു. ഇറാന്റെ കപ്പൽ ഗതാഗതത്തിന് മേലുള്ള തടസ്സങ്ങൾ പരമാവധി 30 ദിവസത്തിനുള്ളിൽ നീക്കി യുദ്ധത്തിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് മാറ്റും. അന്തിമ കരാർ ഒപ്പിട്ട് 30 ദിവസത്തിനുള്ളിൽ പ്രദേശത്ത് നിന്ന് അമേരിക്ക തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കും. അന്തിമ കരാർ ഉണ്ടാവുന്നതുവരെ നിലവിലെ വ്യവസ്ഥ ഇരുപക്ഷവും നിലനിർത്തും. കരാറിലേക്കുള്ള ചർച്ചകളുടെ പുരോഗതി വിലയിരുത്തി അന്താരാഷ്ട്ര ബാങ്കുകളിൽ മരവിപ്പിച്ചിട്ടുള്ള ഇറാന്റെ ഫണ്ടുകളും ആസ്തികളും പൂർണ്ണമായി വിട്ടുകൊടുക്കും. സെൻട്രൽ ബാങ്ക് ഓഫ് ഇറാന്റെ നിർദ്ദേശപ്രകാരം ഈ തുക വികസന ആവശ്യങ്ങൾക്കായി പൂർണ്ണമായി ഉപയോഗിക്കാം. വരും ദിവസങ്ങളിൽ പൂർത്തിയാക്കേണ്ട തിരുത്തലുകൾക്ക് ശേഷം അന്തിമരേഖയിൽ ചില മാറ്റങ്ങളും ഉണ്ടായേക്കാമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതേസമയം ഇറാനെക്കുറിച്ചുള്ള ധാരണാപത്രം അന്തിമമല്ല എന്നും
അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ബോംബിംഗ് പുനരാരംഭിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് NTV. G7 ഉച്ചകോടിയുടെ ഭാഗമായി കൂടിക്കാഴ്ച നടത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ഇരു നേതാക്കളും സംയുക്തമായി പങ്കെടുത്ത വാർത്താസമ്മേളനത്തിൽ UAE പ്രസിഡന്റിനെ ധീരനായ യോദ്ധാവ് എന്ന് ട്രംപ് വിശേഷിപ്പിച്ചു. ഇരട്ട രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ നയതന്ത്ര സൈനിക ബന്ധത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ട്രംപിന്റെ പ്രശംസ. ആവശ്യമായ ഘട്ടങ്ങളിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ധീരനായ വ്യക്തിത്വമാണ് ഷെയ്ഖ് മുഹമ്മദ് എന്ന് ട്രംപ് പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം വെളിവാക്കുന്നതായിരുന്നു വാർത്താ സമ്മേളനം. UAE മികച്ച രീതിയിൽ വളരുന്ന രാജ്യമാണെന്നും UAEയും അമേരിക്കയും തമ്മിൽ വർഷങ്ങളായുള്ള ദൃഢബന്ധമാണ് ഉള്ളത് എന്നും ട്രംപ് പറഞ്ഞു. താൻ അധികാരമേറ്റതിനു ശേഷം ഈ സൗഹൃദം കൂടുതൽ ശക്തമായി. അമേരിക്കയിൽ UAE വൻതോതിൽ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ലോകത്തെങ്ങും വലിയ ബഹുമാനമുള്ള നേതാവാണ് ഷെയ്ഖ് മുഹമ്മദ്. ഇറാനുമായി ബന്ധപ്പെട്ട കരാറിൽ UAE നൽകിയ പിന്തുണ വലിയ പങ്കുവഹിച്ചു. മികച്ച കാര്യങ്ങളാണ് ഇപ്പോൾ മേഖലയിൽ നടക്കുന്നത് എന്നും ട്രംപ് വ്യക്തമാക്കി. അമേരിക്ക നൽകിവരുന്ന തുടർച്ചയായ പിന്തുണയ്ക്കും സുഹൃത്ത് രാജ്യങ്ങളോടുള്ള പ്രതിബദ്ധതയ്ക്കും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ട്രംപിന് നന്ദി അറിയിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അമേരിക്ക നൽകിയ പിന്തുണ ഏറെ വിലപ്പെട്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു. UAEയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വരും ദിവസങ്ങളിൽ കൂടുതൽ മെച്ചപ്പെടുത്താനായി ഇരു രാജ്യങ്ങൾക്കും മുമ്പിൽ ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് എന്നും UAE പ്രസിഡന്റ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് NTV. ഷാർജയ്ക്കും ദുബായ്ക്കും ഇടയിലുള്ള കടുത്ത ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരവുമായി പുതിയ വികസന പദ്ധതി വരും. രണ്ട് എമിറേറ്റുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് പുതിയ ഇരട്ടവരി ഭൂഗർഭ തുരങ്കം നിർമ്മിക്കുമെന്ന് ഷാർജ ഭരണാധികാരി അറിയിച്ചു. ഷാർജ TVയുടെ ഡയറക്ട് ലൈൻ പരിപാടിയിലൂടെയായിരുന്നു പദ്ധതിയുടെ പ്രഖ്യാപനം. യാത്രക്കാരുടെ പേടി സ്വപ്നമായ ദുബായ് ഷാർജ ട്രാഫിക് ബ്ലോക്കിന് ശാശ്വത പരിഹാരം ഒരുങ്ങുകയാണ്. രണ്ട് എമിറേറ്റുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് പുതിയ ഇരട്ടവരി ഭൂഗർഭ തുരങ്കം നിർമ്മിക്കുമെന്ന് ഷാർജ ഭരണാധികാരിയും സുപ്രീം കൌൺസിൽ അംഗവുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി അറിയിച്ചു. അൽതാവുൻ സ്ട്രീറ്റിൽ നിന്ന് ദുബായിലെ അൽനാദ പാലത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്ന രീതിയിലാകും പുതിയ ഇരട്ട ഭൂഗർഭ റോഡിന്റെ നിർമ്മാണം. മുകളിലൂടെയുള്ള സാധാരണ ഗതാഗതത്തെ ബാധിക്കാത്ത രീതിയിൽ എഞ്ചിനീയർമാരെയും ഡിസൈനർമാരെയും നിയോഗിച്ച് ഭൂഗർഭ പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് ഭരണാധികാരി വിശദീകരിച്ചു. എമിറേറ്റിൽ 750 മില്യൺ ദിർഹം ചെലവിൽ നടപ്പാക്കുന്ന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ ഭാഗമായിട്ടാണ് പദ്ധതി. പുതിയ തുരങ്കത്തിന്റെ നിർമ്മാണത്തിനായി ഷാർജയിലെ പ്രശസ്തമായ അൽതാവുൻ റൗണ്ട് അബൌട്ട് സ്മാരകം താൽക്കാലികമായി നീക്കം ചെയ്യുമെന്നും പദ്ധതി പൂർത്തിയാവുന്നതോടെ ഇത് അതേ സ്ഥാനത്ത് പുനർനിർമ്മിക്കുമെന്നും ഭരണാധികാരി വ്യക്തമാക്കി. പുതിയ പദ്ധതി പൂർണ്ണമാവുന്നതോടെ ഷാർജ ദുബായ് ഗതാഗത കുരുക്കിന് വലിയ തോതിൽ പരിഹാരമാകും എന്നാണ് പ്രതീക്ഷ. NTV ഷാർജ. അലൈനിലെ ജനവാസ മേഖലകളും വ്യവസായ കേന്ദ്രങ്ങളും തമ്മിലുള്ള യാത്രാസമയം കുറയ്ക്കുന്നതിനും ഗതാഗതക്കുരുക്ക് ലഘൂകരിക്കുന്നതിനുമായി വൻകിട റോഡ് തുരങ്ക നിർമ്മാണ പദ്ധതി വരുന്നു. 291 മില്യൺ ദിർഹം ചെലവിലാണ് നിർമ്മാണ പദ്ധതി. അബുദാബിയിൽ തുടക്കമാകും. നഖ്വ പർവ്വതം തുരന്നാണ് അത്യാധുനിക രീതിയിലുള്ള ഈ പാത നിർമ്മിക്കുന്നത്. അൽ സറൂജ്, വ്യവസായ മേഖല എന്നിവ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനും ഗതാഗത സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമായി അബുദാബി മുനിസിപ്പാലിറ്റീസ് ആൻഡ് ട്രാൻസ്പോർട്ട് വകുപ്പാണ് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. 2027 ജൂണോടെ പദ്ധതി പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. ഇരുവശങ്ങളിലേക്കുമായി 3.2 കിലോമീറ്റർ നീളമുള്ള പുതിയ ഇരട്ടപ്പാതയാണ് നിർമ്മിക്കുന്നത്. വ്യവസായ മേഖലയിലെ അൽ മസൂദ് ജംഗ്ഷനെ അൽ സറൂജ് ഇൻഡസ്ട്രിയൽ ഏരിയ റോഡിലെ ഫാൽക്കൺ റൗണ്ട് അബൌട്ടിൽ പുതുതായി സ്ഥാപിക്കുന്ന സിഗ്നൽ ജംഗ്ഷനുമായാണ് ഈ പാത ബന്ധിപ്പിക്കുക. നഖ്വ പർവ്വതത്തിലൂടെ കടന്നുപോകുന്ന 120 മീറ്റർ നീളമുള്ള അത്യാധുനിക തുരങ്കമാണ് പദ്ധതിയുടെ പ്രധാന ആകർഷണം. ഇത് ഇരു പ്രദേശങ്ങൾക്കുമിടയിൽ നേരിട്ടുള്ളതും തടസ്സമില്ലാത്തതുമായ യാത്ര ഉറപ്പാക്കും. യാത്രാ സമയത്തിൽ വൻ കുറവ് വരുത്തുകയും ചെയ്യും. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും സുരക്ഷിതവും കാര്യക്ഷമവുമായ ഗതാഗത സാഹചര്യം ഒരുക്കുന്നതിനുമായി DMTയുടെ സുപ്രധാന പദ്ധതികളുടെ ഭാഗമായാണ് ഇത് നടപ്പാക്കുന്നത്. പ്രധാന ജംഗ്ഷനുകൾ, കനത്ത മഴവെള്ളപ്പാച്ചിൽ തടയുന്നതിനുള്ള ബോക്സ് കൽവേർട്ടുകൾ, വിപുലമായ യൂട്ടിലിറ്റി സംവിധാനങ്ങൾ എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. പരിസ്ഥിതി സൗഹൃദവും ആരോഗ്യകരവുമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി പാതയോരത്ത് 5.2 കിലോമീറ്റർ നീളത്തിൽ സൈക്ലിംഗ് ട്രാക്കും 6 കിലോമീറ്റർ നീളത്തിൽ കാൽനട പാതയും നിർമ്മിക്കും. സുരക്ഷ ഉറപ്പാക്കാൻ തെരുവുവിളക്കുകൾ, ട്രാഫിക് സിഗ്നലുകളും ഉണ്ടാകും. ഇതുകൂടാതെ 6 ബസ് ബേകളും ഇതിൽ ഉൾപ്പെടുന്നു. NTV അബുദാബി. ഖത്തറിൽ പ്രവാസികളുടെ വിസ കാലാവധി കഴിഞ്ഞാൽ രാജ്യം വിടുന്നതിനുള്ള ഗ്രേസ് പീരീഡ് വെട്ടിക്കുറച്ച ആഭ്യന്തര മന്ത്രാലയം.
നേരത്തെ ഉണ്ടായിരുന്ന 30 ദിവസത്തിൽ നിന്ന് 14 ദിവസമായാണ് ഗ്രേസ് പീരിയഡ് വെട്ടിക്കുറച്ചത്. കാലാവധി കഴിഞ്ഞവരിൽ നിന്ന് പ്രതിദിനം 10 ഖത്തർ റിയാൽ പിഴയും ഈടാക്കും. ഖത്തറിൽ വിസ കാലാവധി കഴിഞ്ഞാൽ 14 ദിവസത്തിനുള്ളിൽ രാജ്യം വിടണമെന്നതാണ് പുതിയ നിയമം. 30 ദിവസമുണ്ടായിരുന്ന ഗ്രേസ് പീരീഡാണ് 14 ദിവസമായി വെട്ടിക്കുറച്ചത്. വിസ റദ്ദാക്കി 14 ദിവസത്തെ ഇളവ് കാലാവധി കഴിഞ്ഞും ഖത്തറിൽ തുടരുന്നവരിൽ നിന്ന് പ്രതിദിനം 10 ഖത്തർ റിയാൽ വീതം പിഴയും ഈടാക്കും. വിസിറ്റ് വിസയിൽ എത്തുന്നവർ പാസ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിസ കാലാവധിയും താമസിക്കാവുന്ന ദിവസങ്ങളും കൃത്യമായി പരിശോധിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. വിസിറ്റ് വിസ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് നിയമവിരുദ്ധമായി തുടർന്നാൽ പ്രതിദിനം 200 ഖത്തർ റിയാലാണ് പിഴ. യാത്ര പുറപ്പെടുന്നതിന് മുൻപ് പ്രവാസികൾ തങ്ങളുടെ വിസ സ്റ്റാറ്റസ് മെട്രാഷ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി കൃത്യമായി പരിശോധിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. എന്തെങ്കിലും തരത്തിലുള്ള ട്രാഫിക് പിഴകൾ, വിസ കാലാവധി കഴിഞ്ഞതിനുള്ള പിഴകൾ എന്നിവ അറിയാൻ ഇത് സഹായകമാകും. റെസിഡൻസ് പെർമിറ്റ് പുതിയ പാസ്പോർട്ടിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികളും മെട്രാഷ് ആപ്പ് വഴി പൂർത്തിയാക്കാം. ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കാനും ക്യൂ നിൽക്കുന്നത് ഒഴിവാക്കാനും യാത്രക്കാർ ഇലക്ട്രോണിക് ഗേറ്റ് സംവിധാനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. നിലവിൽ വിമാനത്താവളത്തിലെ അറൈവൽ ഡിപ്പാർച്ചർ ടെർമിനലുകളിലായി 76 ഇ ഗേറ്റുകളാണ് പ്രവർത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക് NTV. യുഎയിലെ സ്വകാര്യ ആരോഗ്യ മേഖലയിലെ സ്വദേശിവൽക്കരണ നിയമങ്ങളിൽ സുപ്രധാന ഭേദഗതി പ്രഖ്യാപിച്ച മാനവവിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. പുതിയ ഭേദഗതി പ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന കാര്യം 2027 ജനുവരി മുതൽ മന്ത്രാലയം പരിശോധിച്ചു. പുതിയ ഭേദഗതി പ്രകാരം സ്വകാര്യ ആരോഗ്യ മേഖലയിലെ സ്ഥാപനങ്ങൾ അവയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ള വാർഷിക സ്വദേശിവൽക്കരണ ലക്ഷ്യത്തിന്റെ പകുതിയും പ്രത്യേക ഹെൽത്ത് കെയർ തസ്തികകളിലേക്ക് മാത്രമായി മാറ്റിവെക്കണം. ബാക്കി 50% തസ്തികകൾ മറ്റു വൈദഗ്ധ്യമുള്ള ജോലികളിൽ നൽകിയാൽ മതിയാകും. ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയവുമായി സഹകരിച്ച് സ്വകാര്യ ആരോഗ്യ മേഖലയിലെ ജോലികളെക്കുറിച്ച് നടത്തിയ സമഗ്രമായ പഠനത്തിനു ശേഷമാണ് ഈ തീരുമാനം. 50 അതിൽ കൂടുതലോ ജീവനക്കാരുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ തങ്ങളുടെ വൈദഗ്ധ്യമുള്ള തസ്തികകളിൽ പ്രതിവർഷം 2% സ്വദേശിവൽക്കരണ വളർച്ച കൈവരിക്കണമെന്നാണ് നിലവിലെ നിയമം. ഇതിന്റെ പകുതി ശതമാനം വർഷത്തിന്റെ ആദ്യ പകുതിയിലും ബാക്കി പകുതി രണ്ടാം പകുതിയിലുമാണ് പൂർത്തിയാക്കേണ്ടത്. പുതിയ ഭേദഗതി പ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന കാര്യം 2027 ജനുവരി മുതൽ മന്ത്രാലയം പരിശോധിച്ചു തുടങ്ങും. നിർദ്ദിഷ്ട തസ്തികകളിൽ സ്വദേശികളെ നിയമിക്കുന്നതിൽ പരാജയപ്പെടുന്ന സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്ന് വൻ തുക പിഴ ഈടാക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. 2025 അവസാന കണക്കുകൾ പ്രകാരം 8800-ലേറെ സ്വദേശികൾ സ്വകാര്യ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇതിൽ 82% വനിതകളാണ്. NTV, അബുദാബി. റാസൽ ഖൈമയിൽ റോഡിൽ മറ്റു യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകും വിധം അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുകയും അഭ്യാസ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്ത 2 യുവാക്കളെ റാസൽ ഖൈമ പോലീസ് അറസ്റ്റ് ചെയ്തു. 18ഉം 20ഉം വയസ്സുള്ള സ്വദേശി യുവാക്കളാണ് പിടിയിലായത്. അഭ്യാസ പ്രകടനത്തിനായി ഉപയോഗിച്ച വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. റാസൽ ഖൈമയിലെ ഒരു പ്രദേശത്ത് യുവാക്കൾ വാഹനവുമായി അഭ്യാസ പ്രകടനം നടത്തുന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടയുടൻ പ്രത്യേക അന്വേഷണ സംഘം രംഗത്തിറങ്ങുകയായിരുന്നു. തുടർന്ന് നടത്തിയ ഊർജിതമായ നിരീക്ഷണത്തിനൊടുവിലാണ് പ്രതികളെയും അവർ ഉപയോഗിച്ച വാഹനങ്ങളെയും പോലീസ് തിരിച്ചറിഞ്ഞതും പിടികൂടിയതും. ഇവർക്കെതിരെയുള്ള കേസ് തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട നിയമവിഭാഗത്തിന് കൈമാറി. പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ഇത്തരം അലക്ഷ്യമായ പെരുമാറ്റങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. സമൂഹത്തിന്റെ സുരക്ഷയെ അപകടപ്പെടുത്തുന്ന പ്രവൃത്തികളോട് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. റോഡുകളിൽ സ്റ്റണ്ട് നടത്തുക, ഡ്രിഫ്റ്റിംഗ് തുടങ്ങിയ അപകടകരമായ ഡ്രൈവിംഗ് രീതികൾക്കെതിരെ അധികൃതർ വാഹനമോടിക്കുന്നവർക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സ്വന്തം ജീവനോ മറ്റുള്ളവരുടെ ജീവനോ അപകടപ്പെടുത്തുന്ന രീതിയിലും പൊതു സ്വകാര്യ സ്വത്തുക്കൾക്ക് നാശനഷ്ടം വരുത്തുന്ന രീതിയിലും വാഹനമോടിക്കുന്നവർക്കെതിരെ UAE ഫെഡറൽ ഗതാഗത നിയമപ്രകാരം കനത്ത പിഴയും വാഹനം കണ്ടുകെട്ടൽ ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷാ നടപടികളും ഉണ്ടാകുമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. NTV, റാസൽ ഖൈമ. UAE-ൽ വ്യാപകമായി ലഹരിമരുന്ന് വിൽപ്പന നടത്താനുള്ള അന്താരാഷ്ട്ര സംഘത്തിന്റെ നീക്കം തകർത്ത സുരക്ഷാ സേന. സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കാരനുൾപ്പെടെ 23 പേരെ അറസ്റ്റ് ചെയ്തു. വൻ മയക്കുമരുന്ന് ശേഖരവും സംഘത്തിന്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്തു.
രാജ്യവ്യാപകമായി വലിയ തോതിൽ മയക്കുമരുന്ന് വിതരണം ചെയ്യാനുള്ള പദ്ധതിയാണ് ഫെഡറൽ നാർക്കോട്ടിക്സ് പ്രോസിക്യൂഷനും നാഷണൽ ആന്റി നാർക്കോട്ടിക്സ് അതോറിറ്റിയും റാസൽ ഖൈമ പോലീസ് ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സുമായി ചേർന്ന് തകർത്തത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ലഹരിമരുന്ന് ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് അധികൃതർ നടത്തിയ നിരീക്ഷണത്തിലാണ് സംഘം കുടുങ്ങിയത്. ലഹരിമരുന്ന് കടത്തുന്നതിനിടെ സംഘത്തിലെ 2 പേരെ ആദ്യം പിടികൂടി. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് വിദേശത്തിരുന്ന് സംഘത്തെ നിയന്ത്രിക്കുന്ന പ്രധാന കണ്ണിയെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്. തുടർന്ന് നടത്തിയ വിപുലമായ അന്വേഷണത്തിലും പരിശോധനയിലും അബുദാബി, റാസൽ ഖൈമ, അജ്മാൻ എന്നിവിടങ്ങളിൽ നിന്നായി 21 പേരെ കൂടി പിടികൂടുകയായിരുന്നു. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് പിടിയിലായവരിൽ ഉള്ളത്. വൻതോതിൽ മരിജുവാന, ഹാഷിഷ് ഓയിൽ, സിന്തറ്റിക് കന്നാബിനോയിഡ് പേപ്പറുകൾ എന്നിവയും സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. പിടികൂടിയ ലഹരി വസ്തുക്കൾ ഫോറൻസിക് പരിശോധനയ്ക്കായി ലാബിലേക്ക് അയച്ചു. ലഹരി മാഫിയകളെ അമർച്ച ചെയ്യാനും രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനും സുരക്ഷാ ഏജൻസികൾ തമ്മിലുള്ള മികച്ച ഏകോപനം സഹായകമായി എന്ന് അധികൃതർ അറിയിച്ചു. NTV, അബുദാബി. NTV UAE to the world.